ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് വേറൊന്നുമല്ല, കിരൺ ആ ഒരു CCTV-യിലൂടെ നമ്മുടെ സ്റ്റെഫി അവിടെ വന്ന കാര്യം അറിയുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ കിരൺ അവിടെ നിന്ന് ഓടിപ്പോകാട്ടോ നമ്മുടെ കാർത്തികയുടെ കമ്പനിയിലേക്ക്. കല്യാണി ചോദിക്കണ്ട്, കിരണേട്ടൻ ഇത് എവിടേക്കാ പോകുന്നത്? കല്യാണി, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് കിരൺ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ആ സമയത്ത് ഓഫീസ് റൂമിൽ കാർത്തികയുടെയും അതുപോലെ ദിലീപിന്റെയും കല്യാണ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. ശേഷം ആ ഫോട്ടോ നോക്കിയിട്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട്. അതിന്റെ അടിയിൽ തന്നെയാണ് കേട്ടോ സ്റ്റെഫി ഇരിക്കുന്നത്. പക്ഷെ കാർത്തിക കാണുന്നില്ലല്ലോ. കാർത്തിക അവിടെ ഇരിക്കാൻ പോകുമ്പോ തന്നെ സ്റ്റെഫി അവിടേക്ക് ചാടി വീഴാൻ വേണ്ടി പോവാണ്. ആ സമയത്താണ് കിരൺ അവിടേക്ക് ഓഫീസിലെ വാതിലും തള്ളി തുറന്നു വരുന്നത് കേട്ടോ. അത് കാണുമ്പോ തന്നെ കാർത്തിക ചോദിക്കുന്നുണ്ട്, എന്താ കിരണേ, എന്തു പറ്റി? കാർത്തിക മിണ്ടല്ലേ, പോ അപ്പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ അടുത്ത് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറയാണ്. എന്താ കിരണേ, മിണ്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കിരൺ വേഗം തന്നെ ആ ഒരു ഡെസ്കിന്റെ അടി എന്നിട്ട് കൈ വെച്ചിട്ട് പിടിച്ച് വലിച്ചെടുക്കാണ് സ്റ്റെഫീനെ കേട്ടോ. സ്റ്റെഫീനെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഷോക്ക് ആവാണ്. ഇവളിത് എപ്പോ വന്നു ഇവിടെ എന്ന് ലക്ഷ്മിയമ്മ ചോദിക്കേണ്ട. അതെ, ഞാനേ ഇവിടെ 2-3 CCTV ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചില വീടുകളുടെ ഫ്രണ്ടിലായിട്ടും അവരുടെ മതിലിന്റെ സൈഡിലായിട്ടും ചെറിയ രീതിയിൽ CCTV വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു ഇവളെന്തായാലും അവിടുന്ന് പരോളിൽ ഇറങ്ങിയപ്പോ നിങ്ങൾ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന്. പക്ഷെ അന്ന് ശ്രമിച്ചില്ല. കാരണം ഗംഗപ്രസാദിന്റെ കേസ് അന്വേഷിക്കണ ധൃതിയിലായിരുന്നല്ലോ ഇവള്. പക്ഷെ അവള് ജയിലിൽ ചാടിന്ന് പറഞ്ഞപ്പോ ലക്ഷ്മിയമ്മയുടെ വീട്ടിലും അതുപോലെ തന്നെ കമ്പനിയുടെ ഈ വശങ്ങളിലൊക്കെ തന്നെ ഞാൻ CCTV വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ CCTV നോക്കിയപ്പോഴേക്കും ഇന്നലെ രാത്രി അവൾ ഈ കമ്പനിയിലേക്ക് കേറിയിട്ടുണ്ട്. എന്നിട്ടാണ് പിൻവശത്തെ വാതിൽ തള്ളി തുറന്നിട്ടാണ് ഇവൾ അകത്തേക്ക് കയറിയത്. ഇവൾ ഒറ്റക്കാരിക്കില്ല, ഇവളുടെ കൂടെ 4-5 പേര് വേറെയുണ്ട്. സ്റ്റെഫി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും കിരൺ സ്റ്റെഫിയുടെ 2 കൈയും പുറകിലേക്ക് കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കെട്ടിയിടാട്ടോ. എന്റെ സ്റ്റെഫിയോട് പറഞ്ഞെടി, നിന്റെ കാമുകൻ ചത്തു പണ്ടാരടങ്ങിപ്പോയി. ഇനി നിനക്ക് ജീവിക്കാൻ കൊതിയില്ലെങ്കിൽ നിനക്ക് പോയി ചത്തൂടെ? മറ്റുള്ളവരെ കൂടി കൊല്ലണം, നിനക്ക് എന്താടി ഇത്ര നിർബന്ധം? സ്റ്റെഫി പറയണ്ടേ, എടാ എന്റെ ജീവന്റെ ഒരു തുടിപ്പ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഗംഗക്ക് വേണ്ടി ഗംഗ ബാക്കി വെച്ച പല കാര്യങ്ങളും ചെയ്തിട്ട് ഞാൻ മരിക്കൂളോടാ. എന്റെ ഗംഗേനെ കൊന്നത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ മനോഹർ വേണമെങ്കിൽ കുറ്റം ഏറ്റെടുത്തതായിരിക്കും, അല്ലെങ്കിൽ ആ മനോഹർ നിനക്ക് വേണ്ടി ആ കുറ്റം ഏറ്റെടുത്തതായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അവന്റെ അടുത്ത് പോവാതെ ആദ്യം ഇവരുടെ അടുത്ത് വന്നിട്ട് ഇവരെ കൊന്നിട്ട് സമയമുണ്ടെങ്കിൽ നിന്നെ കൂടി കൊന്നിട്ടേ ഞാൻ പോകൂടായിരുന്നു. എന്തായാലും നിങ്ങൾ നോക്കിക്കോ, ഞാൻ നിങ്ങളെ കൊന്നിരിക്കും. ഈ ലക്ഷ്മി കാർത്തികേയൻ എല്ലാത്തിനും കാണാം. നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണോ? എല്ലാം ഗംഗയുടെ അവകാശമുള്ളതല്ലേ? പിന്നെ അവനെ വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ് സ്റ്റെഫി ചോദിക്കുന്നതിലും കാര്യമുണ്ട്. അപ്പൊ നമ്മുടെ കാർത്തിക പറയുന്നുണ്ട് കേട്ടോ, അതെ ഗംഗയുടെ അച്ഛൻ, അതായത് എന്റെ അമ്മയുടെ 2ാമത്തെ ഭർത്താവ്, അവന്റെ പേരിൽ 10 പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പേരും പ്രശസ്തിയും കമ്പനിയാണ് ഇതെല്ലാം. പക്ഷെ നിയമപരമായിട്ട് പോവാണെങ്കിൽ ഗംഗക്ക് അത് കൊടുക്കേണ്ടി വരുമായിരുന്നല്ലോ. അവൻ പോയെങ്കിൽ ഞങ്ങൾ നിയമപരമായിട്ടല്ല, അവൻ നല്ല സ്വഭാവമാണെങ്കിൽ സ്വത്തുക്കളെല്ലാം അവന് കൊടുത്താനേ. പക്ഷെ ഞങ്ങൾ 10 പൈസ കൊടുത്തെങ്കിൽ അത് അവൻ ഈ നാട് നശിപ്പിക്കാനായിരിക്കും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നും അവന് കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. എല്ലാത്തിനും കാണാം ഈ അമ്മയും മോളാണ്, ഇവരാണ് സത്യം പറഞ്ഞ കിരണെ നിങ്ങളുടെ ജീവിതം തകർത്തത്. കല്യാണിന്റെ അമ്മ നഷ്ടപ്പെടാൻ കാരണം ഒരു കണക്കിന് ഇവര് തന്നെയാണല്ലോ. പിന്നെ നിങ്ങൾ അതിനെ ഇവരെ തലയെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇവര് കാരണം നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് സ്റ്റെഫി ചോദിക്കുമ്പോ നമ്മുടെ കിരൺ പറയണ്ടേ, ഞങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളൂ ഞങ്ങള്. നിന്റെ സ്വഭാവം മാറിയെങ്കിൽ നിന്നെ ഞങ്ങൾ ചേർത്ത് പിടിച്ചാനെ. പക്ഷെ നിന്റെ സ്വഭാവം മാറിയില്ല. ഇല്ലടാ, മാറില്ലടാ, നീ മാറി നിൽക്ക്. എനിക്ക് ഇവളെ കൊല്ലണം. എനിക്ക് സ്റ്റെഫി ഇങ്ങനെ വിറച്ചോണ്ടിരിക്കാട്ടോ, എനിക്ക് ഇവളെ കൊല്ലണം. കാർത്തികൻ ലക്ഷ്മണൻ കൊന്നിരിക്കും എന്നൊക്കെ പറയുമ്പോ കിരൺ ഇങ്ങനെ കയ്യും കാലൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണല്ലോ. മുഖത്തും ഒരു പ്ലാസ്റ്റർ കൊണ്ട് മൂടി വെക്കാട്ടോ വായ. അതിനുശേഷം രതീഷിനെ വിളിക്കാണ്. ഹലോ രതീഷേ, എത്രയും പെട്ടെന്ന് വേലൂനെയും കൂട്ടിക്കൊണ്ടിട്ട് നീ എന്താണ് കാർത്തികയുടെ കമ്പനിയിലേക്ക് വരണമെന്ന് പറയാണ്. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ ഒരു കാര്യമുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പൊ തന്നെ നമ്മുടെ രതീഷും അതുപോലെ തന്നെ വേലുവും കൂടിയിട്ട് കാർത്തികയുടെ ആ ഒരു ഫുഡ് കമ്പനിയിലേക്ക് വരുവാണ്. അവിടെ ഓഫീസ് റൂമിൽ വരുമ്പോഴേക്കും അവര് ഞെട്ടിപ്പോട്ടെ. ഈശ്വര, ഇവളിത് എങ്ങനെ ഇവിടെ എത്തി? ഒന്നും പറയണ്ട, ഇന്നലെ രാത്രി ഇവിടെ തമ്പടിച്ചതാണ് കാർത്തികനെ ലക്ഷ്മിയമ്മനെ ഇല്ലാതാക്കാണ്ട്. ഇവൾക്ക് കിട്ടിയൊന്നും പോരല്ലേ സാറേ, നമുക്ക് ഇവളെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞാലോ സാറേ? അതേടാ, തെളിവുകളില്ലാതെ തീർക്കണം. അതിന് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. ലക്ഷ്മിയമ്മേ, കാർത്തികേ, ദേ ഇവിടെ വന്ന കാര്യം സ്റ്റാഫുകളോ സെക്യൂരിറ്റിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരെ നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ. പിന്നെ നിങ്ങളും വീട്ടിൽ പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഇവള് മരിച്ച ആരും അന്വേഷിച്ചു വരാൻ പോണമെന്നില്ല എന്ന് കിരൺ പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മയും കാർത്തിക അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നെ കിരണും രതീഷും വേലുവും മാത്രമേ അവിടെയുള്ളൂ. അവര് 3 പേരും കൂടി സ്റ്റെഫിനെ പൊക്കിയെടുത്തോണ്ട് പോവാണ് വേലുവിന്റെ ഊരിലേക്ക്.
മൂലക്ക് കൊണ്ട് ഇരുത്തിയത്. അതുപോലെ തന്നെ സ്റ്റെഫീനെ കയ്യും കാലൊക്കെ ബന്ധിച്ചിട്ട് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് സ്റ്റെഫി നടന്ന കാര്യങ്ങളൊക്കെ കിരൺ തുറന്നു പറയാണ്. നിന്റെ കാമുക ഗംഗപ്രസാദിന് മരിക്കുന്ന വിധത്തിൽ തല്ലിച്ചതച്ചത് ഞാൻ തന്നെ ആടി. പക്ഷെ ഒരു സെക്കൻഡ് വ്യത്യാസത്തിൽ അവനോടൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് മനോഹറിന്റെ ആ ഒരു അടിയിൽ അവൻ മരണപ്പെട്ടത്. ശേഷം അവരുടെ ഡെഡ് ബോഡി ഉണ്ടല്ലോ അത് കുഴിച്ചു മൂടിയത് ഞാനാടി. ഇനി നീ മരിക്കാൻ പോവാണ്. സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്നും നോക്കാനൊന്നുമില്ല. രതീഷ് പറയണ്ട ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം സാറേ. ഡെഡ് ബോഡി കുഴിച്ചിട്ടു. നീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തല്ലോ നിന്റെ കാമുകനെ കൊല വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ആ CA കേസ് അന്വേഷിച്ചപ്പോഴേക്കും കിരൺ സാറിന്റെ അച്ഛൻ നേരത്തെ തന്നെ ആ ഡെഡ് ബോഡി, ആ ചീഞ്ഞളിഞ്ഞ ഗംഗപ്രസാദ് ഡെഡ് ബോഡി എടുത്ത് മാറ്റി അവിടെ ശുദ്ധീകരിച്ചടി. അല്ലെങ്കിലും ആ ഡെഡ് ബോഡി കിടക്കേണ്ടത് കിരൺ സാറിന്റെ കല്യാണിന്റെ വീടിന്റെ പുറകുവശത്തൊന്നും അല്ല, വല്ല ചവറ്റ് കുറ്റയിൽ വരെ കിടക്കേണ്ടത് എന്നൊക്കെ രതീഷ് പറയുന്നുണ്ട്. പിന്നെ വേറൊരു ആളുണ്ടായിരുന്നല്ലോ രാഹുൽ എന്ന് പറഞ്ഞ ബഗാസുരൻ. അയാളെങ്ങനെ മരിച്ചതെന്നെ വിചാരം? അയാളെ ഇതുപോലെ തന്നെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി ഇപ്പൊ നീ കാർത്തികനെ കൊല്ലാൻ വേണ്ടി വന്നില്ലേ, അതുപോലെ കല്യാണിനെ കൊല്ലാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞങ്ങൾ തന്നെയാണ് അയാളെ കൈയും കാലൊക്കെ ബന്ധിച്ച് ഇതേ സ്പോട്ടിൽ തന്നെ ഇവിടെ കൊണ്ടേ കിടത്തിയത്. രാവിലെ വന്ന് നോക്കിയപ്പോഴേ അയാളുടെ നഖവും തലമുടി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അയാളെ കാട്ടുമൃഗങ്ങൾ വലിച്ചു കീറി പറിച്ചെടുത്തടി. അതുപോലെ തന്നെയാ ഇന്ന് നീയും മരിക്കാൻ പോണത് എന്ന് പറയുമ്പോ സ്റ്റെഫി പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോ, എങ്ങനെ വേണമെങ്കിലും കൊന്നോ, പക്ഷെ കാട്ടുമൃഗങ്ങളെ വലിച്ചു കീറാൻ വേണ്ടി എന്നെ വിട്ടുകൊടുക്കല്ലേ. ഞാനൊരു പെണ്ണല്ലേ. ഓഹോ, നീ ഒരു പെണ്ണെന്ന് നിനക്ക് ഇപ്പോഴും ബോധം ഉണ്ടായത്? നിനക്ക് ഒരുപാട് അവസരങ്ങൾ തന്നല്ലേ, നീ നന്നായോ? ഇല്ലല്ലോ, ഇനി ഒരു അവസരവും നിനക്കില്ല. നീയും മരിക്കാൻ പോണത് അങ്ങനെ തന്നെയാണ്. കിരണിന്റെ കാല് പിടിക്കുന്ന രീതിയിലേക്ക് സ്റ്റെഫി പറഞ്ഞിട്ട് എന്നെ കൊല്ലല്ലേ, ഞാൻ ഒരിക്കലും ഒരു ഇതിനും വരില്ല, കാട്ടുമൃഗങ്ങൾക്ക് മാത്രം എന്നെ എറിഞ്ഞു കൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇനി ഒന്നും വിചാരിച്ചിട്ടൊരു കാര്യമില്ല, നിന്റെ മരണം അടുത്തു. ഇനി നീ മുകളിലേക്ക് പോകും. നീ എപ്പോഴും പറയണ്ട നിന്റെ കാമുകൻ ഗംഗയുടെ കൂടെ നിനക്ക് ഒരുമിച്ച് ജീവിക്കണം. അതേടി, ആത്മാവ് എന്നൊന്നുണ്ടെങ്കിൽ നീയും ഗംഗയും കൂടി ഇനി പുറത്ത്, അതായത് ആത്മാക്കളായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ വേട്ടയാടിക്കോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആത്മാക്കളായിട്ട് ഒന്നിച്ചോ, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷെ നിന്റെ മരണം അതിപ്പോ സംഭവിക്കാൻ പോവാണെന്ന് കിരൺ പറഞ്ഞിട്ട് ആ ഒരു വലിയൊരു തീപ്പന്തം കിരണിന്റെ കയ്യിലുണ്ട്. അതായിട്ട് സ്റ്റെഫിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാട്ടോ. അപ്പൊ സ്റ്റെഫി വായ തുറന്ന് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെ പ്രൊമോ ശരിക്കും തീർന്നു കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ സ്റ്റെഫിനെ കൊല്ലില്ലായിരിക്കും കിരൺ. അങ്ങനെ പെണ്ണുങ്ങളൊന്നും കൊല്ലത്തൊന്നും ഇല്ല കേട്ടോ. മാത്രമല്ല സ്റ്റെഫി ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ഒരു തരത്തിലും ഉപദ്രവിച്ചിട്ടില്ല. ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് സ്റ്റെഫിനെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അതിന് സ്റ്റെഫിന് ചിലപ്പോ മാപ്പ് കൊടുത്തു വല്ല ഡി അഡിക്ഷൻ സെന്ററിലോ, അതായത് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണല്ലോ സ്റ്റെഫി. അവിടെ എങ്ങാനും കൊണ്ടുപോയിട്ട് സ്റ്റെഫീന ഈ രക്ഷപ്പെടുത്തി സ്റ്റെഫീനെ ഇനി നേർവഴിക്ക് കൊണ്ടുവന്നാലോ, അങ്ങനെ എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടാവാനേ ചാൻസ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.